ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന വാദവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിലാണ് ഈ വാദം രാഹുൽ മുന്നോട്ട് വെച്ചത്. ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ പൊതുമധ്യത്തിൽ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം മാങ്കൂട്ടത്തലിനെ സസ്പെൻഡ് ചെയ്തതോടെ വിവാദം അവസാനിക്കുമെന്ന കണക്കുകൂട്ടലും കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KR സാജു തിരുവനന്തപുരത്ത് നിന്ന്. സാജു, എന്താണ് കോൺഗ്രസ് നേതൃത്വത്തോട് രാഹുൽ പറയാൻ ശ്രമിക്കുന്നത്? കൺവിൻസിംഗ് ആയി അത് നേതൃത്വത്തോട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ, അതോ ഈ പൊതുമധ്യത്തിൽ പോയി എല്ലാം പറഞ്ഞ് വിശദീകരിക്കൂ എന്ന കോൺഗ്രസ് നിലപാട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തോന്നുന്നുകൊണ്ടാണോ? രാഹുൽ മാങ്കൂട്ടവും നേതാക്കളും തമ്മിൽ നടന്ന ആശയവിനിമയം, അതിനുശേഷമാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് നേതൃത്വം പോയത്. അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല എന്ന് തന്നെയാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നതിൽ ഒന്നിനൊന്നിനു പുറകെ ആരോപണങ്ങൾ എത്തിയത് തനിക്കെതിരെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം നേതൃത്വത്തെ അറിയിച്ചത്. അവന്തികയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിച്ചിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ അവന്തികയെ വിളിച്ച് പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു തനിക്കെതിരെ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പൊതുസമൂഹത്തിൽ പറയട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് ഇത് സംബന്ധിച്ചു കോൺഗ്രസിന് രേഖാമൂലം ഒരു പരാതിയും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഒരന്വേഷണത്തിനും കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. കാരണം ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് കൂടുതൽ പരാതികൾ കോൺഗ്രസിന് മുന്നിലേക്ക് എത്തിച്ച് വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടിയെടുത്തോടുകൂടി ആ അധ്യായം അടഞ്ഞു എന്ന നിലയിലേക്ക് പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. നിയമസഭാ സമ്മേളനം വരുമ്പോൾ നിയമസഭയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം നൽകാം എന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ അങ്ങനെയാണ്. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസിന് കൂടുതൽ ക്ഷീണം ചെയ്യും എന്നാണ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട്. ഇപ്പോൾ എടുത്ത നടപടിയെ ഒരു മാതൃകാപരമായ നടപടിയായി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നേതാക്കൾ ഒന്നടങ്കം അവതരിപ്പിക്കും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ മെറിറ്റിലേക്ക് പോയുള്ള ചർച്ചകളിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. മറ്റ് സമരപരിപാടികൾ സംസ്ഥാന സർക്കാരിനെതിരെയും മറ്റും നടത്തേണ്ടത് ആയി മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കേണ്ട സമയമാണ്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കള്ളവോട്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് തൃശ്ശൂരിലേക്ക് നടത്താനിരുന്ന ലോങ് മാർച്ച് കൂടി സംഘടിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ആലോചന. അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയും ഈ വിവാദത്തിൽ നിന്നും വഴിമാറി നടക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM-ഉം BJP-യും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ വരെയും മാർച്ചുകൾ ഒക്കെ നടന്നിരുന്നു. അതുപോലെ തന്നെ ആത്മാഭിമാന സംഗമങ്ങൾ നടത്തുമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം സമരപരിപാടികൾ അധികം ദിവസം മുന്നോട്ട് പോകില്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതോടുകൂടി ഈ വിവാദം കെട്ടടയും എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത്. അതേസമയം കൂടുതൽ ഓഡിയോയോ ആരോപണങ്ങളോ പരാതികളോ ഒക്കെ വന്നാൽ കോൺഗ്രസിന് കൂടുതൽ ആലോചനകളിലേക്ക് പോകും. അത് ആ ഘട്ടത്തിൽ മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ പാർട്ടി അതിനെക്കുറിച്ച് തലപൊക്കിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗൂഢാലോചന സിദ്ധാന്തം ഒന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തയ്യാറല്ല. അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ രാഹുൽ നിയമപരമായ വഴികൾ തെളിയിക്കട്ടെ. എന്താണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യം? അതായത് തനിയെ പുറത്തു വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്ത പരിമിതിയുള്ള രാഹുൽ പാർട്ടിയെ ഈ കാര്യത്തിൽ വിശ്വാസത്തിലെടുത്ത് പാർട്ടിയുടെ ഒരു പ്രതിരോധം തനിക്കായി സമ്പാദിക്കുക എന്നതാണോ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ എന്തായിരിക്കും ഇനിയിപ്പോൾ? തനിയെ പ്രതിരോധിക്കുക എന്ന് എന്തുമാത്രം പോസിബിളാണ്? ഇപ്പോൾ കുറേ സൈബർ അണികൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറം അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് കാണാമല്ലോ. എന്താണ് രാഹുൽ ആഗ്രഹിക്കുന്നത്? പാർട്ടിയെ എങ്ങനെയെങ്കിലും കൂടെ ചേർത്തുകൊണ്ടൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന അവസാനത്തെ പരിശ്രമത്തിലാണോ? സൈബർ യുദ്ധം കാര്യമായ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം
രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സൈബർ അണികളുടെ ആക്രമണം നേതാക്കൾക്കെതിരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നും സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ VD സതീശനടക്കം ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തവരെ എല്ലാവരെയും ആക്രമിക്കുന്ന രീതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ മുന്നണി പോരാളിയായിരുന്നു, അയാളെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തില്ല, ഈ നേതാക്കളെക്കുറിച്ചുമൊക്കെ പലതും പറയാനുണ്ട് എന്ന തരത്തിലേക്കൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടവർക്ക് നേരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വശംവദരാവേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. രാഹുലിന്റെ നിരപരാധിത്വം രാഹുൽ സ്വയം തെളിയിക്കേണ്ടതാണ്. അത് പാർട്ടി രാഹുലിൻ്റെതായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടവും സാഹചര്യവുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇതിനകത്ത് ഉന്നതമായ മാതൃക കാണിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വാദിക്കുന്നത്. ആരോപണം ഉയർന്ന് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി അതിനുശേഷം പാർട്ടി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി പാർട്ടിയുടെ നിയമസഭാ കക്ഷി അംഗമല്ലാതെ രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായി മാറിയിരിക്കുന്നു എന്ന വാദമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്.